ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാജോ കോർണർ. ഇന്നത്തെ വീഡിയോ നമ്മൾ വിപ്പിംഗ് ക്രീം വീട്ടിൽ തന്നെ എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്രീം റെഡിയാക്കാം. ആദ്യം തന്നെ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്. ഇത് ഒരു ബൗളിലേക്കിട്ട് ഇങ്ങനെ സ്പൂണോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് നമുക്ക് ക്രീമി ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ അത് കാരണം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഉടച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്രീമായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ക്രീമി ടെക്സ്ചർ ആയല്ലോ. ഇതിനി 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ബട്ടർ തണുക്കുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് പാലും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ഗ്ലാസ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഞാനിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമേ ഫ്ലെയിം ഓൺ ആക്കുന്നുള്ളൂ. നമ്മളെന്തായാലും മൈദ ചേർക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കുകയാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഏലക്ക പൊടിച്ചത് ചേർത്താൽ മതി. പക്ഷേ വാനില എസൻസ് ആവുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും വിപ്പിംഗ് ക്രീമിന്. ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ ഞാൻ പുറത്തേക്ക് എടുത്തു. ചെറുതായി കട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറാക്കി മാറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെയും പഞ്ചസാരയുടെയും ഒക്കെ ആ മിക്സ്ചർ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ടെക്സ്ചറായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനാദ്യം ഒരു യെല്ലോ കളറായിരുന്നു. ഇപ്പോൾ ആ കളറും മാറിയിട്ടുണ്ട്. സാധാരണ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻറ്റാണ് അത് ലൂസായി പോവുകയാണെന്നുള്ളത്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി ഒരിക്കലും ലൂസായി പോവില്ല. നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. പുഡിങ്ങിനും ഐസ്ക്രീമിനും കേക്കിനും ഒക്കെ ഇത് യൂസ്ഫുള്ളാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.